മാൽനറിഷ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് 2 ടൈപ്സ് ആണ്. ഇപ്പം അണ്ടർ വെയ്റ്റ്, ഓവർ വെയ്റ്റ്, ഇത് രണ്ടും ഒബേസിറ്റി എന്ന് പറയുന്നതും അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നതും മാൽനറിഷ്മെൻറ്റിൽ വരുന്നതാണ്. ഇപ്പം ഹോസ്പിറ്റലിൽ വരുന്ന ഒരു 80% പേഷ്യൻസോളം നമുക്ക് കിട്ടുന്നത് മാൽനറിഷ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് പലതരത്തിൽ. ഇപ്പം മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി, മാക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് BMI. BMI വിത്തിൻ 18 to 22.9 ആയിരിക്കണം എന്നാണ് ഏഷ്യൻസിൻ്റെ ന്യൂ ഗൈഡ് ലൈൻസ്. അതെ അതെ. ഇപ്പം ആ ഒരു BMIക്കകത്ത് വരുന്നത്, ഇപ്പം ഈ ഒരു BMIക്കകമാണെങ്കിലും നമ്മുടെ ഹെൽത്ത് എന്നുള്ള ഫാക്ടർ, ഇപ്പം നമ്മുടെ മൈക്രോന്യൂട്രിയൻസ്, നമ്മൾ HB അല്ലാതെ ആൽബുമിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡെഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് വേണം ഓരോ പേഷ്യൻറ്റിനും ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. നമ്മുടെ ഒബേസിറ്റി ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മെയിനായിട്ട് നമ്മൾ ഒരു 15 kg വരെ വെയിറ്റ് ലോസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ്, ഫ്ലൂയിഡിൻ്റെ ഇൻടേക്ക്, ഫൈബറിൻ്റെ ഇൻടേക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് റിവ്യൂവിൽ ചില പേഷ്യൻസിന് വന്ന് സ്റ്റക്ക് ഓൺ ആവും അല്ലേ. അപ്പോൾ അവർക്കും എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ടൊരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുകയും അത് കറക്റ്റ് ടൈമിൽ റിവ്യൂ ടൈമിൽ നമ്മളത് റിവ്യൂ ചെയ്ത് അല്ല കാലറീസിൻ്റെ കറക്ഷൻ ചെയ്യുകയും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡോക്ടർ നമ്മൾ. അതെ, ഇത് എപ്പോഴും പേഷ്യൻറ്റും ഡയറ്റീഷ്യനും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മീഡിയയിലൂടെ പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം എന്താണ് നിങ്ങൾ കഴിച്ചത്, ഇപ്പോൾ തലേ ദിവസം നമ്മളൊരു ഒരു റീകോൾ എടുക്കുമ്പോഴത്തേക്കും വേണ്ടത് അവരെന്തെല്ലാം കഴിച്ചു എന്നുള്ള ആ ഒരു 1 വീക്ക് നമ്മൾ റിവ്യൂ ടൈം പറയുമ്പം ഇതെല്ലാം കഴിച്ചു, ഇതെല്ലാം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ തന്നെയാണോ, ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്നെല്ലാ കാര്യങ്ങളെല്ലാം ഡയറ്റീഷ്യൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം. നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ വിത്തിൻ 1 മന്ത് നമ്മളൊരു 3 to 4 kg ആണ് അച്ചീവ് ചെയ്യാനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു എഫക്റ്റിൽ മാത്രമേ നമ്മൾ വെയിറ്റ് ലോസ് ഈ പറഞ്ഞ പോലെ 15 kg ആണെങ്കിലും അറൗണ്ട് 20 kg ആണെങ്കിലും ഒക്കെ നമുക്ക്. അതെ, ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ചെയ്തിട്ടല്ലേ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വേറെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഒന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. മിക്കവാർക്കും ഉള്ളവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെയർ ലോസ്, ക്ഷീണം, അതുപോലെ തന്നെ മസിൽ വേസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും പ്രോട്ടീൻ അഡിക്വേറ്റ് ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ. സപ്ലിമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് സപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ നമുക്ക് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഇപ്പം നമുക്ക് മെയിനായിട്ടും വെയിറ്റ് ലോസ് വരുന്ന പേഷ്യൻസ് ഉണ്ട്, വെയിറ്റ് ലോസിന് വരുന്ന പേഷ്യൻസ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ കൺസേൺ ആണ് നമ്മളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യട്ടെ എന്നുള്ളത്. അപ്പം നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അതിപ്പം വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീഡ്സ് ചിലപ്പോൾ വേണ്ടി വരത്തില്ല. ഒരു മസിൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടോ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻ അസസ്മെൻറ്റിൽ കൂടെയാണ് കറക്റ്റായിട്ട് നമ്മൾ അറിയുന്നത്. അതെ അതെ, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിൻ്റെ നീഡ്സ് ഉണ്ടോ ഇല്ലയെന്ന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ജിമ്മിൽ പോകുന്ന ആൾക്കാർ പ്രോട്ടീൻ പൗഡർ തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതോ ഞങ്ങൾ അമൃതം പൊടി യൂസ് ചെയ്താൽ മതിയോ എന്നൊക്കെ. ഓക്കെ, ഇപ്പം പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് പറഞ്ഞാൽ പ്രോട്ടീൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം അമൃതം പൊടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള, അപ്പം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അഡൾട്ടിന് വേണ്ട നീഡ്സ് അല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ശരിക്കും അസസ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എത്ര നീഡ്സ് ഉണ്ടെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് അവരുടെ ഡെയിലി ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ കൂടെ മാനേജ് ചെയ്തിട്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ് വേണോ വേണ്ടേ എന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സർജറി പേഷ്യൻസ്. ഇപ്പം സർജറി പേഷ്യൻസിനാണെങ്കിലും പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പ്രീ ആൻഡ് പോസ്റ്റ്. അപ്പം പ്രീ ആയിട്ട് സർജറി പോസ്റ്റ് ചെയ്തതിന് മുന്നേ ഒരു ഡയറ്റീഷ്യനെ കണ്ട് മാൽന്യൂട്രീഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും മസിൽ വേസ്റ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സർജറി ഫേസിലോട്ട് പോകാൻ. എല്ലാവരുടെയും സാധാരണയായിട്ടുള്ളൊരു ധാരണയെന്ന് വെച്ചാൽ പോസ്റ്റ് സർജറിയാണ് ഞങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റിൻ്റെ ആവശ്യമെന്നാണ്. പക്ഷേ നമ്മളിവിടെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീ ആയിട്ട് സർജറിക്ക് പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ടേ അവരുടെ ഡയറ്റും അവരുടെ സപ്ലിമെൻറ്റ് നീഡ്സും ഒക്കെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ നീഡ്സും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞങ്ങൾ സർജറിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫും ഈ പറഞ്ഞതുപോലെ ലെങ്ത് ഓഫ് സ്റ്റേ ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ പ്രോട്ടീൻ എത്ര വേണം പ്രോട്ടീൻ, അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇപ്പം ഓരോരുത്തർക്കും ഓരോന്നാണ്. നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ബോഡി വെയ്റ്റിലനുസരിച്ച് 0.8 gram per kg ബോഡി വെയ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പം 0.8 gram എന്ന് പറയുന്നത് അത് ഓരോ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം ജെൻഡർ അനുസരിച്ച് മാറും, ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് മാറും, അതുപോലെ ഏജ് അനുസരിച്ച് മാറും.
ഈ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് മാറുമെന്ന് പറഞ്ഞാൽ ഇപ്പം വെയിറ്റ് ഗെയിനിങ് വേണ്ടവർക്ക് നമ്മൾ 1.2 വരെ പോകാം. അതുപോലെ തന്നെ ഇപ്പം റീനൽ ഇഷ്യൂസ് ഉള്ള ഡയാലിസിസ് പേഷ്യൻസിന് നമ്മൾ 1.2 1.5 ആ റേഞ്ചിന് പോകും. ബേൺസ് പേഷ്യൻ്റ് ആണെങ്കിൽ അത് 2 ഗ്രാം വരെ പോവാം പെർ കെ ജി ബോഡി വെയിറ്റ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഓരോ പ്രോട്ടീൻ്റെ പോർഷൻ സൈസ് ഓരോ മീൽസിൽ പ്ലാൻ ചെയ്യുമ്പോഴും ഇതിനനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് മീറ്റ് ചെയ്യുന്നുണ്ടോ, ടോട്ടൽ നമ്മൾ നോക്കുമ്പം ആ ദിവസത്തേത് മീറ്റ് ചെയ്തിട്ടുണ്ടോ. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ. നമ്മൾ ഒരു മുട്ട കഴിച്ചാൽ അന്നത്തെ ദിവസം മുഴുവൻ കംപ്ലീറ്റ് ആയി ഒന്നും ആരുമേ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പ്രോട്ടീനിലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോക്കസ് ചെയ്യുന്ന അതെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എത്ര ചോറ് കഴിച്ചു എന്നുള്ളതിലല്ല, നമ്മുടെ പ്ലേറ്റ്, നമ്മുടെ ഒരു ഹെൽത്തി പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലേറ്റിനകത്ത് എത്രമാത്രം വെജിറ്റബിൾസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ്റെ പോർഷൻസ്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മേജർ പോർഷൻ ഓഫ് ദ പ്ലേറ്റ് റൈസ് വെച്ചിട്ട് റൈസാണ് നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടത്. ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റേ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അറൗണ്ട് ഹാഫ് ദ പ്ലേറ്റ് ഷുഡ് ബി ഫിൽഡ് വിത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇൻടേക്ക് ഒരുപാട് കൂട്ടേണ്ട ഒരു സമയമാണ്. കാരണം നമുക്ക് ഒരുപാട് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വെയിറ്റ് മാനേജ്മെൻറ്റും വെയിറ്റ് കറക്ഷനും ഒക്കെ വേണ്ടിയിട്ടും അതുപോലെ ഒരു ക്വാർട്ടർ പാർട്ടോ മാത്രമാണ് നമ്മൾ റൈസ് ഇപ്പം സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ബാക്കി ക്വാർട്ടർ പാർട്ട് പ്രോട്ടീൻസ് വെച്ചിട്ട്. അതെ, ഇപ്പം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നോൺ വെജ് പ്രോട്ടീൻ മാത്രമല്ലല്ലോ നമുക്കുള്ളത്, വെജ് പ്രോട്ടീൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്ന നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം നോൺ വെജ് പ്രോട്ടീൻ എടുക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല വെജ് പ്രോട്ടീൻ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ സൈസ് എത്രയാണ് നമ്മൾ കഴിക്കേണ്ടത്, ഓരോ മീലിനൊപ്പം എത്രയാണ് കഴിക്കേണ്ടത്, അത് എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു. അതുപോലെ തന്നെ കേർഡിൻ്റെ യൂസേജ് ഒരുപാട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് നമുക്ക് കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പം ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്സ് അതുപോലെ തന്നെ കേർഡിൻ്റെയൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മീലിലെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. അതെ, അത് നമ്മൾ ഹോംലി മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 14 hours ഫെർമെൻറ്റ് ചെയ്ത കേർഡാണ് ഏറ്റവും നല്ലത്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് വരും. ഇപ്പം ആസിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറയ്ക്കാനായിട്ട് കേർഡ് ഒരു മാജിക്കൽ ഒരു ഫുഡാണെന്ന് തന്നെ നമുക്ക് പറയാം. പ്രഗ്നൻസി ആൻഡ് ലാക്ടേറ്റിംഗ് ടൈമിൽ പ്രോട്ടീൻ ഹൈ പ്രോട്ടീനായിട്ട് മാത്രം എടുത്താൽ മതിയോ, അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ എല്ലാവരിലും ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പം പ്രഗ്നൻസി ടൈമിൽ അത് മാത്രമല്ല, പ്രോട്ടീൻ മാത്രമല്ല, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നുള്ളതും വലിയൊരു മിത്താണ്. ഇപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് 2 പ്ലേറ്റ് ഭക്ഷണം കഴിക്കണമെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അങ്ങനെയല്ല, ആ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡായിരിക്കണം കഴിക്കുന്നത്. എല്ലാ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിരിക്കണം. കുഞ്ഞിനും അമ്മയ്ക്കും ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസീസും പല തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് വരുന്ന ടൈമാണ്. അപ്പോൾ അതിനെല്ലാം കറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കണം. അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ടല്ല നമ്മളത് നോക്കാനായിട്ടുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തൊട്ടേ നമ്മുടെ ഡയറ്റ് പ്രോപ്പറാണോ, നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ, ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ജേർണിയിലോട്ട് നമ്മൾ കടക്കാനായിട്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ആദ്യമേ എടുക്കുക. എപ്പോഴാണോ നമ്മൾ ആദ്യമേ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണത്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഗൈനിക്കിനെ ആ സമയം തൊട്ടേ ഒരു ഡയറ്റീഷ്യനെയും കണ്ട് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഡയറ്റ് പ്ലാൻ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജേർണി നമുക്ക് പ്രഗ്നൻസി മാത്രമല്ല, ലാക്ടേഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ബേബിയുടെ ഫസ്റ്റ് 1000 days വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ടൈമാണ്. അപ്പം പലരുടെയും ധാരണ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും കഴിച്ചുകൊണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ എക്സ്ട്രാ കാലറി നീഡ്സ്, പ്രോട്ടീൻ നീഡ്സ് ഒന്നും പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ വെയിറ്റ് ലോസിലോട്ട് എനിക്ക് ചെയ്യണം. അതെ, പലർക്കും ഉള്ള പ്രശ്നമാണ് ആ പ്രഗ്നൻസി കഴിയുമ്പോൾ വെയിറ്റ് ലോസിലോട്ട് അവർ കടക്കുക എന്നുള്ളത്. അപ്പോൾ വെയിറ്റ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് അവരുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള രീതിക്ക്. അപ്പോൾ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഒരിക്കലും ഒരു വെയിറ്റ് ലോസിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്. അതെ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്താൽ തന്നെ നമുക്ക് വീക്ക്ലി നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് വെയിറ്റ് ലോസ് വരുന്ന ആൾക്കാരാണെങ്കിൽ അത് നറിഷ് ചെയ്യേണ്ട രീതിയിലും നമുക്ക് ആ സമയത്ത് നമ്മുടെ ഡയറ്റ് പ്ലാൻ കറക്റ്റാണോ, നമ്മുടെ ഇൻടേക്ക് കറക്റ്റാണോ, പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് കീൻലി ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെ, ഇപ്പം അതുപോലെ തന്നെ പലരും പാല് കുടിക്കാത്തവരുണ്ട്, അമ്മമാർക്ക് മിൽക്ക് ഇൻടോളറൻസ് ഉള്ളവരുണ്ട്, അതല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് കമ്പൽ ചെയ്ത് പാല് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്തായിരിക്കും നമ്മളൊരു സപ്ലിമെൻ്റ് എന്നുള്ള രീതിക്ക്, മീൻസ് നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിക്ക് പറയുന്നത്, അത് നമ്മൾ റാഗി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ പല ടൈപ്പ് ഫുഡ് സപ്ലിമെൻറ്റ്സ് അവരുടെ ശരിക്കും നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, അതുപോലെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീഫ്സ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണോ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്കൊരു വേഗമായിട്ടൊരു ഐഡിയ അല്ല കൊടുക്കേണ്ടത്, എല്ലാം കീനായിട്ട് മെൻഷൻ ചെയ്ത് നമുക്കൊരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ
ചെയ്യാൻ അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് വെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള മെനു വെച്ചിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് വളരെ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. അതിൽ തന്നെ വർക്കിംഗ് ആൻഡ് നോൺ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈമിൽ കറക്റ്റ് ചെയ്ത് പോകാനുള്ള അവരുടെ ജോബ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ നോക്കാറുള്ളത്. അതെ അതെ. അതുപോലെ തന്നെയാണ് ഇപ്പം 6 months കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്ത് ഫുഡ് കൊടുക്കും അല്ലേ, എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, എന്ത് സ്റ്റാർട്ട് ചെയ്യാം. അതെ, അല്ലെങ്കിൽ ഇനി ഞാൻ 1 വയസ്സ് വരെ പാല് തന്നെ കൊടുത്താൽ പോരെ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വരാതെ ഇതെല്ലാം എന്താണ് സംഭവിക്കുന്നത് പിന്നെ അത് കഴിയുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് ഷുഗറിൻ്റെ ഇൻടേക്ക് പല പാരൻസും നമുക്ക് 3 years വരെ ഷുഗർ ഡയറക്റ്റ് ഷുഗേഴ്സ് കൊടുക്കാതെയും സോൾട്ട് കൊടുക്കാതെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴാണോ വീനിങ് സ്റ്റാർട്ട് ചെയ്യണത് ആ സമയം തൊട്ട് നമുക്ക് പ്രോസസ്ഡ് ഷുഗർ ഒരിക്കലും ഞങ്ങൾ അഡ്വൈസ് ചെയ്യാറില്ല. പക്ഷേ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് കവർ ചെയ്ത് അത് ജാഗറി, നമ്മുടെ എന്താണ് പാം ജാഗറി പോലുള്ള കാര്യങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് അയണിൻ്റെ ഇൻടേക്ക് ഒക്കെ കറക്റ്റ് ചെയ്ത് കുഞ്ഞിന് പോകാൻ പറ്റത്തുള്ളൂ. അവരുടെ അയൺ നീഡ്സ് വളരെ ഹൈ ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് പോണ രീതിയിലുള്ള, അപ്പം ആഫ്റ്റർ 1 year മാത്രമേ നമ്മൾ അതുപോലെ തന്നെ കൗസ് മിൽക്ക് അലൗ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരയ്ക്കും കുഞ്ഞിൻ്റെ പ്രോട്ടീൻ എങ്ങനെ മീറ്റ് ചെയ്ത് പോകും, അമ്മയുടെ ഫുഡ് കറക്റ്റ് ആണോ, കാരണം 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് അമ്മ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ കുഞ്ഞിനും അത്ര ക്വാളിറ്റി ഓഫ് നല്ല ക്വാളിറ്റിയിലുള്ള മിൽക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിൽ കൂടെ പോയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതെ, അതേപോലെ തന്നെയാണ് പിന്നെ ഈ പാലില്ലാത്ത അമ്മമാർക്ക്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തൊട്ടേ നമ്മൾ ഈ പറഞ്ഞ ഫോർമുല മിൽക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല മിൽക്ക് കൊടുക്കുമ്പം എപ്പോഴും നമ്മുടെ ധാരണ തിളച്ച വെള്ളത്തിൽ കലക്കി കൊടുക്കണമെന്നുള്ളതാണ്. എങ്കിലേ അലിയത്തുള്ളൂ. അതെ, അലിയത്തുള്ളൂ, അത് അത്രയും നല്ലോണം ആവത്തുള്ളൂ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റും ഇപ്പം കുഞ്ഞുങ്ങളുടെ ഫോർമുല മിൽക്ക് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള, ഇപ്പം വലിയവരുടെ ആയിക്കോട്ടെ, പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഒരിക്കലും ഹോട്ട് വാട്ടറിൽ ലൂക്ക് വാം വാട്ടർ, അതായത് തിളപ്പിച്ചാറിച്ച് ചെറു ചൂട് വെള്ളത്തിനകത്താണ് ഇത് കലക്കാൻ പറയുന്നത്. അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത്, എന്നാലേ അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് അത്ര കിട്ടത്തുള്ളൂ. പ്രോട്ടീൻ കൊയാഗുലേറ്റ് ചെയ്ത് പോവുകയും വേണ്ടത്ര നമ്മൾ വിചാരിക്കുന്ന ബെനിഫിറ്റ്സ് ആ കുഞ്ഞിനാണെങ്കിലും അല്ലെങ്കിൽ എൽഡേഴ്സിനാണെങ്കിലും കിട്ടാതെ പോവുകയും ചെയ്യും. ഓങ്കോ പേഷ്യൻസിന് മാൽ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ്സ് നീഡഡ് ആണോ അല്ലയോ എന്നുള്ളത് വളരെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ അവരെ ഫോക്കസ് ചെയ്യും. എല്ലാ ഓങ്കോ പേഷ്യൻസിനും വെയിറ്റ് ലോസ് വരണമെന്നില്ല. അപ്പോൾ സിവിയർലി വെയിറ്റ് ലോസ് ഉള്ള ആളെ ഇപ്പം നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ സിവിയർലി വെയിറ്റ് ലോസ് ഉള്ള ഒരാളാണെങ്കിൽ ഡയറ്റ് പ്ലാനിനോടൊപ്പം ഏതാണോ സമയത്ത് നീഡ്സ് ഉള്ളത് ആ സമയത്ത് മാത്രം നമ്മൾ സപ്ലിമെൻ്റ് എടുത്താലും മതി. അതെ, ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പം വെയിറ്റ് ലോസിലോട്ട് പോകാൻ ചാൻസസ് ഉള്ളവരെ, അവരെ ന്യൂട്രീഷൻ റിസ്കിലോട്ട് പോകാൻ ചാൻസസ് ഉള്ളവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആ ന്യൂട്രീഷൻ അസസ്മെൻറ്റിലൂടെ. അതിപ്പം OP ആണെങ്കിൽ IP ആണെങ്കിൽ നമ്മളൊരു അസസ്മെൻറ്റിലൂടെ അല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കണ്ടെത്തുകയും അവർക്ക് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മാക്സിമം കെയർ. ടേസ്റ്റ് വേരിയേഷൻസ് ഒരുപാടുള്ള സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളും എന്താണ് ഒമിറ്റ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഈ പ്രോട്ടീനോ ആണെങ്കിലോ കാലറി ആണെങ്കിലോ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യണമെന്നില്ല. ആ സമയത്ത് മാത്രം വേണമെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുകയും ഓറൽ ഇൻടേക്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് സപ്ലിമെൻറ്റ്സിൻ്റെ യൂസേജ് കുറയ്ക്കുകയും ചെയ്യാം. മാക്സിമം എല്ലാ പേഷ്യൻറ്റും ഹെൽത്തി ആയിട്ട് അല്ലേ, ഫാസ്റ്റ് റിക്കവറി, അതാണ് നമ്മൾ മാക്സിമം ഒരിക്കലും സപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഓറൽ ഇൻടേക്ക് കുറയ്ക്കുക എന്നല്ല, ആ ഓറൽ ഇൻടേക്ക് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ഒരു മിഡ് ഡേ മീൽ പോലെ മിഡ് ഡേ നമ്മൾ കൊടുക്കുന്ന ഒരു 100 ml ആണെങ്കിൽ 100 ml ഒരു 10 gram അല്ലെങ്കിൽ 5 gram പ്രോട്ടീൻ കിട്ടുന്ന രീതിക്ക്, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ONS ഇപ്പം ഓറൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മെയിൻലി ICU പേഷ്യൻസ് ആണെങ്കിലും അല്ല ഓങ്കോ പേഷ്യൻസ് ആണ്, ഏത് പേഷ്യൻസും ആയിക്കോട്ടെ, നോർമൽ പേഷ്യൻ്റ് ആയിരിക്കാം അല്ലേ, ഒരു ഫീവർ വന്ന പേഷ്യൻ്റ് ആയിരിക്കും, ഇൻടേക്ക് വളരെ പുവർ ആയിരിക്കും, പേഷ്യൻ്റ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ഇപ്പം ലിക്വിഡ്സ് മാത്രമേ ഉള്ളൂ, ഇപ്പം ജ്യൂസുകൾ മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സപ്ലിമെൻറ്റും കൂടെ സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ പേഷ്യൻ്റ് റിക്കവർ ചെയ്യുന്നതിനനുസരിച്ച് ടേപ്പർ ചെയ്യുന്നു അല്ലേ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മുടെ ഇഷ്യൂസ് വരുന്നതാണ് നമ്മുടെ സർജറി പേഷ്യൻസ് അല്ലേ. സർജറി പേഷ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സർജറി പേഷ്യൻസ് ആണെങ്കിലും അവരുടെ പോസ്റ്റ് റിക്കവറി ഫേസ്, ആ പോസ്റ്റ് റിക്കവറി ഫേസിൽ കറക്റ്റ് റിവ്യൂ അല്ലേ, അവരുടെ ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കാനായിട്ടും അതുപോലെ പിന്നെ വരുന്ന ഇൻഫെക്ഷൻസ് തടയാനായിട്ടും നമ്മുടെ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മുടെ ഒരു ഫ്രം ബർത്ത് ടു ഡെത്ത് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഫോക്കസ്. എല്ലാ പേഷ്യൻറ്റും മാൽനറിഷ്മെൻറ്റിൽ നിന്ന് മാറി വെൽ നറിഷ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടികളുടെ വെയിറ്റ് ലോസ്, അതെ, എല്ലാവർക്കും ഇതുപോലെ തന്നെ വെൽ നറിഷ്മെൻറ്റിലോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ.